കേരളത്തിൻ്റെ മനുഷ്യചരിത്രത്തിൽ ഒട്ടനവധി ജാതികളെ നമുക്ക് കണ്ടെത്താനാവും. അത്രയും വിപുലമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ജാതി വ്യവസ്ഥയും സമൂഹസ്ഥിതിയുമൊക്കെ ഈ മണ്ണിൽ നിലനിന്നിരുന്നു എന്നത് സത്യമായ കാര്യമാണല്ലോ. അപ്രകാരം നിലയനുസരിച്ച് മനുഷ്യരെ തരംതിരിച്ചിരുന്ന ഒട്ടനവധി ജാതികളെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ കണ്ടെത്താനുമാവും. അതിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് തീയന്മാർ എന്നത്. തീയ വിഭാഗത്തിൻ്റെ ചരിത്രം പറയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതും ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര വഴികൾ തേടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒട്ടനവധി ഇതിഹാസ കഥകളും അതുപോലെ തന്നെ പല ചരിത്രകാരന്മാരും എത്തിച്ചേർന്നിട്ടുള്ള പല അനുമാനങ്ങളുമൊക്കെ കൂടി കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാൾക്ക് നാൾ പുതിയ പുതിയ അനുമാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ടും. ആധുനിക കാലത്ത് ഈഴവരും തീയരുമൊക്കെ ഈഴവർ എന്ന ഒറ്റ വിഭാഗത്തിന് കീഴിൽ നിലനിൽക്കുന്നത് കാണാമെങ്കിലും ചരിത്രം അങ്ങനെയല്ല. തീയർ വ്യത്യസ്തതകളേറെയുള്ള ഒരു ജനവിഭാഗം തന്നെയാണ്. ജാതി ചരിത്രവുമായി ബന്ധപ്പെട്ട് അത്യപൂർവ തേടലുകൾ നടത്തിയ എഡ്ഗർ തേഴ്സ്റ്റൺ തീയ വിഭാഗത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഒക്കെ കൂടി വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പലതും ഇന്നും നിലനിന്നു പോരുന്ന കാര്യങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈഴവരും തീയരുമൊക്കെ ശ്രീലങ്കയിൽ നിന്ന് ഈ മേഖലകളിലേക്ക് കടന്നെത്തിയവരാണ് എന്നതാണ് അനുമാനം. ചരിത്ര വഴികളിൽ ക്രിസ്തുവിന് മുന്നേ തന്നെ ശ്രീലങ്കയുടെ ഉത്തര മേഖലകളിൽ നിന്നും നിരന്തരം ഇന്ത്യയുടെ മേഖലകളിലേക്ക് കുടിയേറ്റം നടന്നിരുന്നതായും ആ വഴികളിലൂടെ മികച്ച രീതിയിൽ തെങ്ങ് കൃഷിയൊക്കെ നടത്തിയിരുന്ന ഇവർ കേരളത്തിലേക്ക് എത്തിയിരുന്നതായും പറയുന്നു. ദ്വീപ് നിവാസികൾ എന്നർത്ഥം വരുന്ന തീവർ, ഇരവർ എന്നൊക്കെയുള്ള പേരുകളിൽ നിന്നാണ് തീയരും ഈഴവരും ഉണ്ടായതെന്നും പറയുന്നു. ആ കാലഘട്ടത്തിലെ ബിഷപ്പ് കാൽവെല്ലും വില്യം ലോഗനുമൊക്കെ ഈ ഒരു അഭിപ്രായം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാൽവെൽ തമിഴ്നാട്ടിലെ നാടാർ അല്ലെങ്കിൽ ഷാണാർ വിഭാഗത്തിനും ഇതേ ഒരു ഒറിജിൻ തിയറി തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അനന്തകൃഷ്ണ അയ്യർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സിലോൺ അഥവാ ശ്രീലങ്കയിലെ രാജാവായ ഇള അല്ലെങ്കിൽ ഇഴ ആ കാലത്തെ പ്രസിദ്ധമായ ചിദംബരം ക്ഷേത്രത്തിലെത്തുകയും അവിടെ വച്ച് ബുദ്ധരും ശൈവമതക്കാരും തമ്മിലുള്ള മതപരമായ ഒരു ചർച്ചയുണ്ടാവുകയും അതിൽ ശൈവമത അനുയായികൾ വിജയിച്ചെന്നും അതിനപ്പുറം ഈ രാജാവ് ശൈവമത വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ഇദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഇലുവൻ എന്ന രീതിയിൽ പരിണമിച്ചു എന്ന രീതിയിലാണ് ആ കഥ. പൊതുവിൽ ശ്രീലങ്കൻ ചരിത്രത്തിന് പ്രാമുഖ്യം കൂടുതലാണ് എന്ന് തന്നെ കാണാം. എന്നാൽ ഇത് അംഗീകരിക്കാത്ത ഒട്ടനവധി പേരെ നമുക്ക് കാണാൻ കഴിയും. ഉത്തരേന്ത്യൻ മേഖലകളിൽ നിന്ന് വന്നവരെന്നും ആഫ്രിക്കൻ മേഖലകളിൽ നിന്ന് വന്നവരെന്നും സെൻട്രൽ ഏഷ്യൻ മേഖലകളിൽ നിന്ന് വന്നവരെന്നും തുടങ്ങി പല പല തിയറികളും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഏതായാലും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സമൂഹത്തിലെ അവസ്ഥകളെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീയ വിഭാഗം മലബാറിൽ വേറിട്ട് നിൽക്കുന്നതായി കാണാം. അനന്തകൃഷ്ണ അയ്യരുടെ അഭിപ്രായ പ്രകാരം മലബാറിൽ തീയരും തിരുവിതാംകൂർ മേഖലകളിൽ ഈഴവരുമായ ഇവർ തമിഴ്നാട്ടിലെ നാടാർ അഥവാ ഷാണാർ വിഭാഗവുമായും തുളുനാട്ടിലെ ബില്ലവ വിഭാഗവുമായും ഉത്തര കന്നഡയിലെ നാമധാരി നായക് വിഭാഗവുമായുമൊക്കെ അടുത്ത ബന്ധം കാണുന്നവരാണ്. ഈ വിഭാഗങ്ങൾക്കൊക്കെ തന്നെയും തെങ്ങ് കൃഷിയും കള്ളുചെത്ത് തൊഴിലുകളുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതായും കാണാം. ഏതായാലും തീയർ എന്ന പദം വന്നിരിക്കുന്നത് ദ്വീപൻ അഥവാ ദ്വീപ് എന്നതിൽ നിന്നും ഈഴവ എന്ന പദം സിലോണിൻ്റെ പഴയ പേരായ ഇഴം എന്നതിൽ നിന്നുമാണെന്നും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഇതിഹാസ കഥകൾ കൂടി കണ്ടെത്താവുന്നതാണ്. പാണ്ഡ്യദേശത്തെ ഒരു രാജകുമാരി ഒരാളെ വിവാഹം കഴിച്ചതും അവർ അവിടെ നിന്നും സിലോൺ ദേശത്തേക്ക് ഓടിപ്പോവുകയുണ്ടായെന്നും അവരുടെ പിന്മുറക്കാർ വിവിധ ഈഴവ വിഭാഗങ്ങളിലായി ദക്ഷിണേന്ത്യയിൽ വന്നെത്തി എന്നതുമാണ് ഒന്ന്. ചേരമാൻ പെരുമാളിനെ ബന്ധപ്പെടുത്തി കേരളത്തിൽ വന്നതായും ഗന്ധർവ കഥകളുമായുമൊക്കെ ഇതിഹാസ കഥകൾ നമുക്ക് കാണാവുന്നതാണ്. അതേതായാലും അവിടെ നിൽക്കട്ടെ. നൂറ്റാണ്ടുകൾക്കിപ്പുറം വിദേശ സഞ്ചാരികളൊക്കെ കേരളത്തിൽ വരികയുണ്ടായല്ലോ. അതിൽ പലരും തീയ ജാതിയെപ്പറ്റി പറയുന്നുണ്ട്. മലബാറിലെ തീയ വിഭാഗത്തിന് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് മിക്ക വിദേശികളും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വിദേശികളുമായി അടുത്തിടപഴകുകയും വിദേശികളുടെ വരവിൽ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗമായതും ഇതേ തീയ വിഭാഗമാണെന്ന് പറയാം. ബർബോസയുടെ നിരീക്ഷണത്തിൽ തീയർ എന്നത് വെറുമൊരു നിശ്ചിത തൊഴിലെടുക്കുന്ന ഒരു കൂട്ടമൊന്നുമായിരുന്നില്ല. പകരം കൃഷിപ്പണികളും തെങ്ങുചെത്തിനും പാറ പൊട്ടിക്കലും തുടങ്ങിയ ആയുധങ്ങളേന്തിയ സൈനികർ വരെയായിരുന്നു എന്നാണ് പറയുന്നത്.
അതായത് എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടമായാണ് ബർബോസ ഇവരെ കണ്ടത്. പര്യവേക്ഷകനായിരുന്ന ഫ്രാൻസിസ് ബർട്ടൺ പറയുന്നത് മലബാറിലെ ഫ്യൂഡൽ നായർ ജാതിയുടെ പ്രധാന എതിരാളി എന്ന നിലയിലും ജാതിയിൽ അവരുടെ താഴെ നിൽക്കുന്നവരും എന്ന നിലയിലാണ്. യൂറോപ്യൻ നിവാസികളുമായി ബന്ധപ്പെട്ട് ഇവർ കൂടുതലായി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫ്രഞ്ച് നാവികനായിരുന്ന പിറാർഡ് തീയരെ പറ്റി പറഞ്ഞത് താഴ്ന്ന ജാതികളുടെ മുകളിൽ നിൽക്കുന്ന ജാതി എന്ന നിലയിലാണ്. അതായത് ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന സമ്പ്രദായത്തിൽ ഇടയിൽ നിൽക്കുന്ന വിഭാഗം. ഫ്രാൻസിസ് ബുക്കാനനും തീയരെ പറ്റി ഏറെക്കുറെ സമമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഒട്ടനവധി മേഖലകളിൽ ജോലി ചെയ്യുന്ന വിഭാഗമായി അദ്ദേഹം ഇവരെ കാണുന്നു. പ്രത്യേകിച്ച് വിദേശ ശക്തികളുടെ വരവോടെ തുറന്നു വന്ന വിവിധ ബിസിനസ് മേഖലകളിലൊക്കെ തന്നെയും തീയ വിഭാഗം വലിയ തോതിൽ മുന്നേറിയിരുന്നതായി പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ പണ്ടുകാലത്ത് ജാതി അനുസരിച്ച് മിക്കവർക്കും അവസരം നിഷിദ്ധമായെന്നിരിക്കെ മലബാർ മേഖലകളിൽ ബ്രിട്ടീഷിൻ്റെ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ അതിൽ തീയ വിഭാഗം വലിയ തോതിൽ മുന്നേറിയെന്നും സർക്കാർ ജോലികളിലടക്കം തീയർ കടന്നെത്തിയെന്നും എഡ്ഗർ തേഴ്സ്റ്റൺ നിരീക്ഷിക്കുന്നുണ്ട്. മലബാർ തിരുവിതാംകൂർ മേഖലകളിലെ സമൂഹപരമായി ഉണ്ടായിരുന്ന അവസ്ഥാവിശേഷങ്ങളെ മനസ്സിലാക്കാൻ കൂടെ ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ചിലരുടെ പഠനങ്ങളിൽ ബുദ്ധചരിത്രവുമായി ബന്ധപ്പെട്ടും ഇത് പറയാറുണ്ട്. അതായത് ഈഴവ തീയർ പോലുള്ള വിഭാഗങ്ങൾ കേരളത്തിലെ തനത് ജനതയായിരുന്നെന്നും അവർ ബുദ്ധിസം പിന്തുടരുന്നവർ ആയിരുന്നുവെന്നും പറയുന്നു. അവിടേക്ക് നമ്പൂതിരിയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ വ്യവസ്ഥയുണ്ടാവുകയും അവരെ പിന്തുണയ്ക്കാൻ നായർ വിഭാഗങ്ങളുമൊക്കെയായി പല ജാതികളിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സമൂഹതലം ഉണ്ടായതായും പറയുന്നു. അതുപോലെ തന്നെ മലബാറിൽ കണ്ണൂരിലെ ധർമ്മടം തുരുത്ത് അഥവാ ദ്വീപിൽ AD 6-ാം നൂറ്റാണ്ടുകാലത്ത് ഒരു ബുദ്ധവിഹാരം നിലനിന്നിരുന്നെന്നും ബുദ്ധഭിക്ഷുക്കൾ ധർമ്മം വാങ്ങുന്നതിൻ്റെ ഭാഗമായാണ് പിന്നീടത് ധർമ്മടം ആയതെന്നും പറയുന്നുണ്ട്. ശ്രീലങ്കയിലെ രാജാവിന് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയെന്നും കോലത്തിരി അടക്കം എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകിയെന്നും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ഇവിടെ തീയരായി മാറി എന്നൊരു മറ്റൊരു കഥ കൂടിയുണ്ട്. ഇനി മറ്റൊരു തിയറി എന്നത് തീയറൊക്കെ ഈഴവരെക്കാളുമൊക്കെ മുന്നേ തന്നെ ഉള്ളവരാണ് എന്ന നിലയിലാണ്. പഴയ കാഞ്ചീപുരം അല്ലെങ്കിൽ തമിഴ്നാട് മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന വിഭാഗമാണ് തിരയാർ എന്നത്. നമുക്കറിയാം പഴയകാല തമിഴ് സാമ്രാജ്യങ്ങൾ എന്നതൊക്കെ തന്നെയും വലിയ നാവിക പടയുമായി സമുദ്രദൂരങ്ങൾ സഞ്ചരിച്ച് പല ദേശങ്ങളുമായും കച്ചവടവും അല്ലെങ്കിൽ ആ ദേശങ്ങൾ തന്നെ പിടിച്ചെടുത്ത് ഭരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ നാവികപ്പടയിലെ വാരിയർ ക്ലാസ് ആയിരുന്നു തിരയാർ എന്നത്. തിരകളുടെ ജനം എന്നർത്ഥം വരുന്ന ഇവർ പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും നില ഉറപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. തിരിച്ചടികളിൽ ഈ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ഇവർ ദക്ഷിണേന്ത്യൻ മേഖലകളിലേക്ക് തിരിച്ചെത്തിയെന്നും അതിലൊരു ഭാഗം മലബാറിൽ തീയരായി മാറി എന്നൊരു നിർവചനം കൂടി കാണാവുന്നതാണ്. മലബാറിൽ തീയർ 8 ഇല്ലങ്ങളായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിലവർ കളരിഗുരുക്കളായും ചേകവരായും വൈദ്യരായും ജ്യോത്സ്യന്മാരായും ആശാന്മാരുമായും ഒക്കെ മാറി എന്ന് പറയുന്നുണ്ട്. മലബാറിൻ്റെ ചരിത്രത്തിൽ മന്നനാർ രാജവംശം പോലെ തീയരുടെ ഭരണമേഖലകൾ ഉണ്ടായിരുന്നത് അവരുടെ ശക്തിയായി കാണാം. ചിറക്കൽ രാജവംശത്തിൽ നിന്ന് ഈ രാജമേഖല പിറവിയെടുത്തു എന്നാണ് പൊതുവെ പറയാറുള്ളത്. തീയ വിഭാഗത്തിലെ പലരും ചേകവരായി എന്തിനും പോകുന്ന അഭ്യാസികളായ ചരിത്രം കൂടിയുണ്ടല്ലോ. അതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയാം. കോരപ്പുഴ വിലക്ക് എന്നത് തീയ വിഭാഗത്തിനും കാണാവുന്നതാണ്. കോരപ്പുഴയ്ക്കപ്പുറം അവർ വിവാഹം കഴിക്കാറില്ല. ഒപ്പം ചടങ്ങുകളിലും ആചാരങ്ങളിലുമൊക്കെ മറ്റ് മേഖലകളെ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസങ്ങളും നമുക്ക് കണ്ടെത്താം. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ നായന്മാരുമായി വലിയ ഐത്തങ്ങളും തീയർക്കുള്ളതായി പറയുക സാധ്യമല്ല. ഈഴവർ നായർ സ്ത്രീകളെ തമ്പുരാട്ടി എന്ന് വിശേഷിപ്പിച്ചിരുന്ന കാലത്ത് തീയ സ്ത്രീകൾ വിളിച്ചത് അമ്മലക്ക അഥവാ അമ്മാളു അക്ക എന്ന നിലയിലാണ്. മന്നനാർ രാജവംശത്തിൽ ലഭിച്ച പദവിയും സ്വത്തും ശക്തിയുമൊക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ മലബാറിൽ തീയർക്ക് കൂടുതൽ പദവി ഉണ്ടായിരുന്നു എന്നുകൂടി അനുമാനിക്കാം. ഏതായാലും തീയരുമായി ബന്ധപ്പെട്ട് ഓരോ നാളും പലതരം നിരീക്ഷണങ്ങൾ ഉയർന്നു വരുന്നത് കാണാവുന്നതാണ്. പഴയകാല കേരളത്തിലെ സമൂഹസ്ഥിതിയിൽ താഴ്ന്ന ശ്രേണിയിലായിരുന്നിട്ടും അവർ ചേകവരായും കർഷകരായും വൈദ്യരായും ജ്യോത്സ്യനായും പണ്ഡിതരായും നിലനിന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ മലബാറിലേക്കുള്ള വരവും തീയ വിഭാഗത്തെ ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചെന്ന് പറയാം. ബ്രിട്ടീഷിൻ്റെ വരവിനപ്പുറം വിദ്യാഭ്യാസം ഏവർക്കും ലഭിച്ചപ്പോൾ മലബാറിൽ തീയർ വിഭാഗത്തിന് അത് ഗുണമായി ഭവിക്കുകയുണ്ടായി. ബ്രിട്ടീഷിൻ്റെ ഭരണമേഖലകളിലടക്കം പങ്കാളികളായും
ഈ നാട്ടിലെ വിവരങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനുമൊക്കെ തീയരുടെ സഹായം ബ്രിട്ടീഷിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയാം. സമൂഹത്തിൽ വേറിട്ട് നിന്നതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാരുമായും ബ്രിട്ടീഷുകാരുമായുമൊക്കെ അടുത്ത് ഇടപഴകിയ ഈ വിഭാഗം അവരുടെ ജോലി മേഖലകളിലടക്കം കാണാവുന്നതാണ്. ആ കാലത്ത് ഉയർന്നു വന്ന ബിസിനസ് സാധ്യതകളിലും ഈ വിഭാഗത്തെ കണ്ടെത്താം. ആയുധമേന്തിയുള്ള തീയരുടെ രീതികളും അവരെ സൈനിക ഗ്രൂപ്പായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നു.